ഒരു സിനിമ കണ്ടിട്ട് ഇതുപോലെ ആരെങ്കിലും ഇരുന്ന് കരഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ പോലും ഞാൻ കരഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ വോയിസ് റെക്കോർഡ് ചെയ്യാനിരിക്കുന്നത്. ഈ മൂവി എനിക്ക് അത്രക്കും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇമോഷണലി ഭയങ്കര വീക്ക് ആയതുകൊണ്ടായിരിക്കാം എനിക്ക് വേഗം അത് കണക്ട് ആയത്. പക്ഷെ ഒരുപാട് കോൺട്രവേഴ്സീസ് സൃഷ്ടിച്ച ഒരു പടമായിരുന്നു ഇത്, കേരള സ്റ്റോറി 2. എന്തിനാണ് ഇവർ ഈ കേരളത്തിന്റെ പേര് ഇതിക്ക് വലിച്ചിട്ടെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു പടമാണെന്ന് എനിക്ക് തോന്നി. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോന്ന് കേരളത്തിൽ എന്തായാലും ഇങ്ങനൊന്നും നടക്കുന്നില്ല. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോന്നും എനിക്കറിയില്ല വേറെ ഏതെങ്കിലും സംസ്ഥാനത്തൊക്കെ. എന്തായാലും മൂവിയുടെ തീം കൊള്ളാം. അതുപോലെ ഇമോഷണലി ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു മൂവിയാണ്. മൂവി എന്തായാലും കണ്ടിരിക്കാനായിട്ട് വേർത്താണ്. പക്ഷെ ഇതിൽ കേരള എന്നുള്ള ഒരു പോയിന്റും പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിനെ മാത്രം എയിം ചെയ്തിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറി ആയതുകൊണ്ടുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ നോക്കിയാൽ ഇത് നല്ലൊരു മൂവിയാണ്. അപ്പൊ അധികം പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കം തന്നെ കൊച്ചിയിൽ ഒരു സ്ഥലത്താണ് കാണിക്കുന്നത്. പോലീസുകാരെ എന്തോ ഇൻഫോർമേഷൻ കിട്ടിയിട്ട് ആ ഒരു സ്പോട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒരു പെൺകുട്ടി തലയെല്ലാം മൊട്ടൊക്കെ അടിച്ചിട്ട് അവിടെ കെട്ടിത്തൂങ്ങി മരിച്ചിട്ടുണ്ട്. മരിച്ചതാണോ കൊന്നതാണോ അറിയില്ല. വേറൊരു സ്ഥലത്ത് ഇതുപോലെ തന്നെ ഒരു പെൺകുട്ടി ആരും കാണാതെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. എടുത്ത് ചാടുന്നുണ്ട്. അവൾക്ക് എന്തോ ഒരു അപകടം പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു സ്ഥലത്താണ് കാണിക്കുന്നത്. ഒരാള് ജോഗിങ്ങിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങുമ്പോ ആളുടെ പട്ടി ചെന്ന് ഒരു കുഴി തോണ്ടാണ്. കുഴിക്കുള്ളിൽ നിന്ന് ഒരു കൈ പൊന്തി വരുന്നുണ്ട്, ഒരു പെൺകുട്ടിയുടെ കൈ. ഇവിടെ സീൻ കട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ നമ്മുടെ മൂവിയിലെ ഒരു ഹീറോയിൻ ആയിട്ടുള്ള സുരേഖ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് കാണിക്കുന്നത്. അവള് കുളിച്ചു വന്ന ഉടനെ തന്നെ അമ്മ ദോശ ചുടുന്ന ആ ഒരു സ്മെല്ല് കേട്ടിട്ട് ഡ്രസ്സ് പോലും മാറ്റാതെ ആ ബാത്തിങ് ടൗലോടുകൂടി തന്നെ കിച്ചണിലേക്ക് പോയിട്ട് ആ ഒരു ദോശ എടുത്ത് കഴിക്കുന്നുണ്ട്. അമ്മനോട് അത്രയും സ്നേഹം പ്രകടിപ്പിക്കുന്ന, അമ്മയെ അത്രയും സ്നേഹം പ്രകടിപ്പിക്കുന്ന, ലാളിച്ച് വളർത്തുന്ന ഒരു കുട്ടിയായിരുന്നു സുരേഖ. ഇവളുടെ അച്ഛനും ഇവൾക്കാണെന്ന് വെച്ചാല് ഈ പൂജ, മതം, ജാതി അങ്ങനത്തെ സംഭവങ്ങളോടൊന്നും ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു കമ്മ്യൂണിറ്റിയോടും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു പെണ്ണാണ്. പക്ഷെ അവളുടെ അമ്മ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അടുത്തതായിട്ട് നമ്മളുടെ കഥയിലെ വേറൊരു ഹീറോയിനെ കാണിക്കുകയാണ്. അവളുടെ പേര് നേഹ എന്നായിരുന്നു. അവളുടെ അച്ഛൻ അവളെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ച് ഗോൾഡ് മെഡൽ വാങ്ങിക്കൊണ്ട് വരണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് അച്ഛൻ കാലാകാലങ്ങളായി അവളെ ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ എന്ന് വെച്ചാൽ അവൾക്ക് പോട്ടി എന്ന് പറഞ്ഞ ഫുഡൊക്കെ കൊടുത്ത് ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. രണ്ടുപേരും ആ ഒരു മകളെ നന്നായി ലാളിച്ച് സ്നേഹിച്ച് തന്നെയാണ് വളർത്തുന്നത്. അവളുമായി തന്നെ ഡാൻസ് കളിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് ഡാൻസ് എന്ന് വെച്ചാൽ അത്രയും പാഷനായിരുന്നു. അവളുടെ വീട്ടിൽ നിന്ന് പക്ഷെ അമ്മ ആകെ ക്ലാസിക്കൽ ഡാൻസ് മാത്രം കളിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവളും അങ്ങനെ ഈ ക്ലാസിക്കൽ ഡാൻസ് എല്ലാം കളിച്ച് അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള റഷീബ് അത് വീഡിയോസ് ഒക്കെ എടുത്ത് റീൽസ്. എന്നാൽ അവളുടെ ബോയ് ഫ്രണ്ട് അവളോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ കളിച്ച് നടന്നാല് റീൽസിനൊക്കെ എത്ര വ്യൂസ് കിട്ടാനാണ്, കുറച്ച് സെക്സി ആയി ഗ്ലാമറസ് ആയിട്ടുള്ള ആ ഒരു ഡാൻസ് ഒക്കെ കളിച്ചൂടെയെന്ന്. അവളുടെ പാരന്റ്സ് അതിന് സമ്മതിക്കില്ല എന്ന് അവള് പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് നീ എന്തായാലും ആ ഒരു ഡാൻസ് ഒക്കെ കളിച്ചോ, ഞാൻ നിനക്ക് വീഡിയോ ഒക്കെ എടുത്തു തരാന്ന് അവനും പറയുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഈ ദിവ്യക്ക് 18 വയസ്സായിട്ടുണ്ടായിരുന്നില്ല, 16 വയസ്സേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ രാജു എന്ന് പറഞ്ഞാൽ നേഹയുടെ ഈ ഒരു ബോയ് ഫ്രണ്ട് ആണെന്ന് വെച്ചാൽ അമ്പലത്തിൽ പൂജ നടന്നുകൊണ്ടിരിക്കുമ്പോ അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള നേഹയുടെ അച്ഛന്റെ അമ്മയുടെയും കാലിലൊക്കെ തൊട്ട് ആശീർവാദമൊക്കെ പോയി വാങ്ങുന്നുണ്ട്. ശേഷം അവളായിട്ട് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് അവളെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കണം എന്ന് പറയാണ്. എന്നാൽ നാഷണൽ ടീമിന് സെലക്ഷൻ ആവുന്നത് വരെ അച്ഛൻ എന്തായാലും കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് അവളും പറയുന്നുണ്ട്. എന്നാൽ അവന് കല്യാണത്തിന് ശേഷം ഏറ്റവും മികച്ച ട്രെയിനർ ആയിട്ടുള്ള പ്രസന്ന സാറിന്റെ അടുത്ത് അവൾക്ക് ട്രെയിനിങ് വാങ്ങിക്കൊടുത്ത് അവളെ നല്ല രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ച് നാഷണൽ ലെവലിൽ കളിക്കാനുള്ള ആ ഒരു ഗട്ട്സ് ഉണ്ടാക്കി തരാന്നൊക്കെ അവൻ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ രാജുവും അവളെ നന്നായി തന്നെയാണ് സ്നേഹിക്കുന്നത്. ഇപ്പൊ ഇവിടെ വേറെ പേഴ്സിനെ കാണിക്കുന്നുണ്ട്. ഇവന്റെ പേര് സലീം എന്നായിരുന്നു. സലീമും സുരേഖയും തമ്മിൽ സ്നേഹത്തിലാണ്. പക്ഷെ സലീമിന് ഇത്തിരി ഏജ് കൂടുതലാണ്. അവൻ ഓൾറെഡി ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ ഒരു പെണ്ണുമായിട്ട് എന്തോ ഒരു വഴക്കുള്ള കാരണം ഡിവോഴ്സ് ചെയ്യാൻ ഇരിക്കുകയാണെന്നാണ് സുരേഖയോട് പറയുന്നത്. പക്ഷെ സുരേഖക്ക് ഈ ജാതിയിലും മതത്തിലും ഒന്നും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞാലും ഞാൻ മതമൊന്നും കൺവേർട്ട് ചെയ്യില്ല എന്ന് അവൾ പറയുന്നുണ്ട്. എന്നാൽ സലീം അപ്പോ നമുക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ലിവിങ് ടുഗദർ ആയിട്ട് ജീവിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾക്ക് അതാണെങ്കിൽ 100% ഓക്കെ. അങ്ങനെ അവര് ലിവിങ് ടുഗദർ ആയിട്ട് തന്നെ ജീവിക്കാമെന്ന് കൺഫേം ചെയ്യുന്നുണ്ട്. നേഹ അവളുടെ ബോയ് ഫ്രണ്ട് അവൾ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ട് തന്നെ വീട്ടുകാരൊന്നും അറിയാതെ അവര് തമ്മിൽ കല്യാണം കഴിക്കുന്നുണ്ട്. കല്യാണത്തിന് ശേഷം അവൻ അവളുടെ പാരന്റ്സിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാന്നാണ് അവളോട് അവൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവര് കല്യാണം കഴിച്ച അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഇരിക്കുന്ന സമയത്താണ് നേഹയുടെ അമ്മ അവൾക്ക് വിളിച്ചിട്ട് അവളെ പെണ്ണ് കാണാനായിട്ട് ബുധനാഴ്ച ഒരു കൂട്ടര് വരുന്നുണ്ടെന്നുള്ള കാര്യം പറയുന്നത്. അത് കേട്ട് നേഹ ആകെ മൂഡ് ഔട്ട് ആവുന്നുണ്ട്. ദിവ്യ ഇപ്പൊ അവളുടെ ബോയ് ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ വിട്ടിട്ട് ഭയങ്കര സെക്സി ആയി ഗ്ലാമറസ് ആയി റീൽസ് ഒക്കെ ചെയ്യാൻ തുടങ്ങാണ്. അതാണെങ്കിൽ 7 ലക്ഷം വ്യൂസ്, അങ്ങനെ വ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ആ ഒരു വ്യൂസ് കൂടിയോണ്ട് തന്നെ അവളുടെ അമ്മ അവൾ ഇങ്ങനെ ഒരു റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത് കണ്ടിട്ട് അച്ഛന് കാട്ടിക്കൊടുക്കുന്നുണ്ട്. അത് അമ്മ വന്ന് അവളോട് ചോദിക്കുമ്പോൾ അവള് ഭയങ്കര ധൈര്യത്തോടു കൂടി അതിനിപ്പോ എന്താ, ഡാൻസ് ഒന്നും കളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, പിന്നെ
നിങ്ങൾ 1 മാസം കൊണ്ട് ഉണ്ടാക്കുന്ന സമ്പാദ്യം ഞാൻ ഒറ്റ റീൽ കൊണ്ട് ഉണ്ടാക്കുന്നൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ അമ്മക്കും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവളുടെ ഫോൺ വാങ്ങി അമ്മ തല്ലി പൊട്ടിക്കാണ്. എന്നിട്ട് അവളെ ഒരു റൂമിലിട്ട് പൂട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ സുരേഖ അവളുടെ അച്ഛനോടും അമ്മയോടും സലീമിനായിട്ട് ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കാൻ പോകണോ എന്ന് പറയാണ്. എന്നാൽ അച്ഛൻ അവനൊരു മുസ്ലിം അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഈ ജാതി മതവും പറഞ്ഞ് ഞങ്ങളെ പിരിക്കാൻ നോക്കണ്ടെന്ന്. അച്ഛൻ ഇങ്ങനൊന്നും പറയാത്ത ഒരാളല്ലേ, നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും അയാളായിട്ട് ജീവിക്കാൻ പോകുന്നു എന്ന് അവൾ തറപ്പിച്ച് പറയുന്നുണ്ട്. ദിവ്യ അവളുടെ അച്ഛനും അമ്മയും ഒന്നും പറഞ്ഞത് കേൾക്കാതെ ഗ്ലാമറസ് റീൽസ് ഒക്കെ വീണ്ടും വീണ്ടും എടുക്കാനായിട്ട് തുടങ്ങാണ്. ഇത് കണ്ടുവന്ന അവളുടെ അമ്മയാന്ന് വെച്ചാൽ വീണ്ടും അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. റൂമിലെ ലൈറ്റ് തന്നെ അമ്മ ഓഫ് ചെയ്തിടാണ്. അതുകൊണ്ട് തന്നെ ദിവ്യക്ക് ഭയങ്കരമായിട്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. നെഹയെ പെണ്ണ് കാണാൻ വന്നവരുടെ അടുത്ത് അവളുടെ അച്ഛൻ ഭയങ്കര അഭിമാനത്തോടുകൂടി അവൾക്ക് സ്പോർട്സിൽ കിട്ടിയ ആ സർട്ടിഫിക്കറ്റും മെഡൽസും എല്ലാം കാട്ടിക്കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അവളെ കാണാൻ വന്ന ആൾക്കാർക്കും ഈ ഒരു ബന്ധത്തില് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. കാരണം സ്പോർട്സിലൊക്കെ താല്പര്യമുള്ള കുട്ടികളെയാണ് അവർക്കും വേണ്ടത്. ഇപ്പൊ നേഹയെ കല്യാണമൊക്കെ കഴിഞ്ഞാലും ഇങ്ങനെ സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതിനൊക്കെ വിടുന്നും അവരും പറയുന്നുണ്ട്. പക്ഷെ നേഹക്ക് ഇതിൽ ഒട്ടും തന്നെ സന്തോഷം ഉണ്ടായിരുന്നില്ല. കാരണം അവളുടെ കല്യാണം ഓൾറെഡി കഴിഞ്ഞല്ലോ. ഇപ്പൊ അമ്മ ഭയങ്കര സന്തോഷത്തോടുകൂടി അവളോട് നിന്റെ ഭാഗ്യാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നേഹ പെട്ടെന്ന് തന്നെ അമ്മ ഓൾറെഡി എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറയാണ്. ഇത് കേട്ട അമ്മ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അച്ഛനെ മെല്ലെ വിളിച്ച അമ്മ കാര്യം പറയാണ്. അച്ഛനും പെണ്ണ് കാണാൻ വന്ന ആൾക്കാരുടെ മുന്നിൽ ആകെ അപമാനിതനായിട്ട് അവരോട് മാപ്പ് പറഞ്ഞയക്കുന്നുണ്ട്. നേഹ ഇപ്പൊ നന്നായി തന്നെ കരയുന്നുണ്ടായിരുന്നു. തന്റെ മകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആ ഒരു അച്ഛന്റെ ചങ്ക് പിടഞ്ഞു പോകുന്നുണ്ട്. ദിവ്യ അവളുടെ ബോയ്ഫ്രണ്ട് ആയിട്ടുള്ള ഋഷീബിനെ വിളിച്ച് കരഞ്ഞോണ്ട് പറയാണ് അവളുടെ അച്ഛനും അമ്മയെയും അവൾ ഭയങ്കരമായിട്ട് വെറുക്കുന്നുണ്ടെന്ന്. അവൾക്ക് ഇപ്പൊ ലോകത്ത് അവളുടെ അച്ഛനും അമ്മനെയും അത്രയും വെറുപ്പായിരുന്നു. ഏത് സമയവും ഈ ദൈവത്തിന്റെ കാര്യം പറഞ്ഞ് ഡാൻസ് കളിക്കാനായിട്ട് പോലും സമ്മതിക്കുന്നില്ല എന്നാണ് അവള് പറയുന്നത്. ആക്ച്വലി അവൾ ആ ഒരു സെക്സി വീഡിയോ ഇട്ടേർന്നില്ലേ, അതിന് 7 ലക്ഷം വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് അവളുടെ അമ്മ ഫോൺ തല്ലി പൊട്ടിച്ചതും ആ ഒരു റീൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതും. അമ്മയുടെ കൂടെ ഇനി ജീവിക്കില്ലാന്ന് അവൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. നേഹയുടെ അച്ഛനും ഇപ്പൊ അവള് കല്യാണം കഴിച്ച വിവരം അറിഞ്ഞിട്ട് അവൾ എത്ര സോറി പറഞ്ഞിട്ടും ക്ഷമിക്കാതെ നീ ഞങ്ങളുടെ മകളെല്ലാന്നും പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനായിട്ട് പറയാണ്. ദിവ്യാന്ന് വെച്ചാൽ രാത്രി സമയത്ത് അച്ഛനും അമ്മയും കിടന്ന് ഉറങ്ങുമ്പോ ആരും അറിയാതെ ആ വീട് വിട്ട് പോകാനായിട്ട് അവളുടെ ലൈറ്റും ഫോണും ഒക്കെ എടുത്ത് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുന്നുണ്ട്. സുരേഖ അവളുടെ അമ്മയോടും അച്ഛനോടും യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. നേഹ പോകാനായിട്ട് റെഡി ആവുന്ന സമയത്ത് അവളുടെ അമ്മ ദൈവത്തിന്റെ ഒരു പ്രതിമയും കുറച്ച് പൈസയല്ല അവളുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ 3 പെൺകുട്ടികളും അവരെ സ്നേഹിക്കുന്ന ആ ഒരു പയ്യന്മാരുടെ കൂടെ അവരുടെ അച്ഛന്റെയും അമ്മയുടെയും ഫീലിങ്സ് ഒന്നും നോക്കാതെ ഇറങ്ങി പോകാണ്. അതില് നേഹനെ മാത്രം പാവം അച്ഛൻ ഇറക്കി വിട്ടതായിരുന്നു കേട്ടോ. അങ്ങനെ ഇവര് 3 കൂട്ടരെ ഒരു താമസ സ്ഥലത്ത് ഈ 3 പയ്യന്മാരും കൊണ്ടുവന്നാക്കുന്നുണ്ട്. കുറച്ചു നാൾ അഡ്ജസ്റ്റ് ചെയ്യാനും പൈസ ഒക്കെ നന്നായി കിട്ടിയതിന് ശേഷം ആ ഒരു വീട് മാറാന്നും ഇവര് 3 പേരും ആ പെൺപിള്ളേരോട് പറയാണ്. നേഹ ഇപ്പൊ രാജുവിനോട് എപ്പോഴാണ് നിന്റെ ഫാമിലി എനിക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോ അവനും പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാമെന്ന് അവൾക്ക് വാക്ക് കൊടുക്കാണ്. ഇപ്പൊ ദിവ്യയുടെ അച്ഛൻ രാവിലെ തന്നെ തന്റെ മകൾക്ക് ചായ കൊടുക്കാനായിട്ട് ആ റൂമിലേക്ക് പോകുമ്പോ അവിടെ ദിവ്യ ഇല്ല എന്നുള്ള കാര്യം അവന് മനസ്സിലാക്കാണ്. അച്ഛനും അമ്മയും ഇപ്പൊ ദിവ്യ അന്വേഷിച്ചുകൊണ്ട് പുറത്തെല്ലാം നോക്കുന്നുണ്ട്. സലീമോ ഇപ്പൊ സുരേഖയെ കൊണ്ട് ഒരു വീട്ടിൽ താമസിപ്പിക്കുന്നുണ്ട്. ആ വീടിന്റെ പരിസരത്തുള്ളവരൊക്കെ ഇത്തിരി ഇസ്ലാമിക്തരായിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നിന്റെ ഡ്രസ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് സലീമ സുരേഖയോട് പറയാണ്. അവളപ്പ ഡ്രസ്സൊക്കെ ഞാൻ ശ്രദ്ധിക്കാം, പക്ഷെ ഞാൻ ആ പർദ്ദയും ബുർക്കയും ഒന്നും ഇടില്ല എന്ന് പറയാണ്. അത് കേട്ട സലീമിന് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. റഷീബ് ഇപ്പോ ദിവ്യ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അങ്ങനെ ഒരു ഇസ്ലാമിക് രീതിയിൽ അവര് കല്യാണം കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. അവളുടെ അച്ഛനും അമ്മയാണെന്ന് വെച്ചാൽ ഒരുപാട് അവൾക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അവൾ ഒരുപാട് കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം അവള് കട്ട് ചെയ്ത് വിടാണ്. റഷീബും ദിവ്യയോട് കോളൊന്നും എടുക്കണ്ട, അത് കട്ട് ചെയ്തിട്ട് തന്നെ വിട്ടോ. അതുപോലെ കല്യാണത്തിന് ശേഷം നമുക്ക് അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാന്നൊക്കെ പറയുന്നുണ്ട്. ദിവ്യ അപ്പോ ഇപ്പൊ കല്യാണം നിർബന്ധമാണോ എന്ന് ചോദിക്കുമ്പോ കല്യാണം കഴിക്കാതെ പറ്റില്ല, കാരണം പാരന്റ്സ് ഇപ്പൊ നിന്നെ വന്നെല്ലാം കൂട്ടിക്കൊണ്ടു പോകും. അതിന് മുന്നിൽ നമുക്ക് തടയിടാനായിട്ട് എന്തെങ്കിലും വേണം. അതിനുവേണ്ടി എന്തായാലും ആ ഒരു മുസ്ലിംസ് രീതി പ്രകാരം ദിവ്യയെ അവൻ കല്യാണം കഴിക്കേണ്ട വരും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ ആ ഒരു കല്യാണ ദിവസം ആവുന്നുണ്ട്. ദിവ്യക്ക് ഇപ്പൊ ആകെ 16 വയസ്സ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ പേപ്പേഴ്സിലും കാര്യങ്ങളിലൊക്കെ അവളുടെ ഏജ് മാറ്റണമായിരുന്നു. അതിനുവേണ്ടി ഒരു രജിസ്ട്രാറെ കൊണ്ടുവരുന്നുണ്ട്. അയാളും ഈ കൂടെ വന്ന ആൾക്കാരെ കണ്ടിട്ട് പേടിച്ചിട്ട് വേഗം കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അങ്ങനെ എല്ലാ പേപ്പറും റെഡി ആക്കിക്കൊണ്ട് അവൾക്ക് 18 വയസ്സായി എന്നുള്ള കള്ള പ്രൂഫ് ഉണ്ടാക്കി അവര് തമ്മിൽ കല്യാണം കഴിക്കുന്നുണ്ട്. ഇപ്പൊ അവര് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. നേഹ കാണുന്ന വെച്ചാൽ അവളുടെ അച്ഛൻ കൂടെ ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തോന്നേ ഇല്ല. ആ സമയത്ത് രാജു അവിടേക്ക് വന്നിട്ട് അവളെ ആശ്വസിപ്പിച്ച് വാക്കുകളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് ഒരു ഗോൾഡ് റിംഗ് ഇട്ട് കൊടുത്തിട്ട് അടുത്ത മാസം ആ ഒരു വലിയ ട്രെയിനർ പ്രസന്ന സാറിനെ പോയി മീറ്റ് ചെയ്യാമെന്നെല്ലാം പറയാണ്. ദിവ്യയുടെ അച്ഛനും അമ്മയും ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. അമ്മ ഒരുപാട് കരയുന്നുണ്ടായിരുന്നു, നല്ല ടെൻഷനിലായിരുന്നു. ദേഷ്യം കൊണ്ട് എന്തൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും തന്റെ മകളെ ആ ഒരു അമ്മ അത്രയും സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ദിവ്യയും കൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോകുമ്പോ അവന്റെ അച്ഛനും അമ്മയും ഒക്കെ ദിവ്യയെ ഒരുമാതിരി നോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവന്റെ അനിയത്തിയോ മറ്റോ വന്നിട്ട് ഇത് മറ്റേ വൃത്തികെട്ട മേശമൊക്കെ
വന്നിട്ട് റീൽസ് ചെയ്യുന്ന ആ ഒരു പെണ്ണല്ലേ എന്ന് ചോദിക്കാണ്. ആ ഒരു സമയത്ത് അവന്റെ ഉമ്മ ഇനി എന്തായാലും ഇവിടേക്ക് വന്നില്ലേ, ഇനി അവള് വൃത്തികെട്ട വേഷം ഇടൂല, റീൽസും ചെയ്യൂല, ഒരു മുസ്ലിം പെൺകുട്ടിയായി അടങ്ങി ഒടങ്ങി ഇവിടെ ജീവിച്ചോളൂന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് അവര് രണ്ടുപേരും കൂടി റൂമിലേക്ക് പോവാണ്. ഇപ്പൊ നേഹ അവളുടെ അമ്മക്ക് വിളിച്ചിട്ട് രാജു അവളെ നന്നായി തന്നെ നോക്കുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ അവനും വീട്ടിലേക്ക് വരുന്നുണ്ട്. അവൻ ഭയങ്കര മൂഡ് ഔട്ട് ആയിരുന്നു, ഫുഡ് ഒന്നും കഴിക്കുന്നില്ല. 3 ദിവസമായിട്ട് അവൻ ഇങ്ങനെ തന്നെയാണ്. നേഹ ഇപ്പൊ വിചാരിക്കുന്നത് ജോലി ഒന്നും ശരിയാവാത്തത് കൊണ്ടാണ് ഇവനിങ്ങനെ മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്നതെന്നാണ്. എന്നാൽ എന്താണ് കാരണം എന്ന് ചോദിച്ചാല് അതിന്റെ കാരണം അവളോട് പറയുന്നില്ല. റഷീബിന്റെ ഉമ്മയോ ഉപ്പയോ അവൻ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അച്ഛനും അമ്മയും അവളെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെന്നും വേഗം തന്നെ അവൾ പ്രഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും, വയസ്സായിരിക്കുമ്പോ തന്നെ ഒരു 5-6 കൊച്ചുങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെണ്ണ് അടങ്ങി ഒടുങ്ങി നിന്നോളൂന്നൊക്കെ അവന്റെ പേരൻസ് അവനെ ഉപദേശിക്കുകയാണ്. അത് കേട്ട് അവനും തലയാട്ടുന്നുണ്ട്. ദിവ്യയുടെ അമ്മ അവൾക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് റഷീബ് അവിടേക്ക് വന്നിട്ട് അവളുടെ ഫോണിലുള്ള സിം ഊരി വെക്കുന്നുണ്ട്. അവള് അവന്റെ ഉമ്മ പറഞ്ഞ ആ ഒരു റീൽസ് എടുക്കില്ല എന്നുള്ള ഒരു കാര്യത്തെ പറ്റി റഷീബിനോട് ചോദിക്കുന്നുണ്ട്. എന്നാ നീ വേഗം ജാതി മാറണം, നീ കൺവേർട്ട് ആയി കഴിഞ്ഞാല് നമുക്ക് രണ്ടുപേർക്കും നന്നായി റീൽസ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞ് റഷീബ് ദിവ്യയെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. അവള് സന്തോഷത്തോടുകൂടി റീൽസ് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൺവേർട്ട് ആവാന്ന് പറയാണ്. അവളുടെ ജീവിത റീൽസ് ആയിരുന്നു. രാജു ഇപ്പോഴും മൂഡ് ഔട്ട് ആയിരിക്കുന്നത് കണ്ട നേഹ അവന്റെ അടുത്ത് ചെന്നിട്ട് കാര്യം എന്താണെന്ന് പലവട്ടം ചോദിക്കുന്നുണ്ട്. ഭക്ഷണം പോലും കഴിച്ചിട്ട് കുറച്ചു ദിവസം ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അവൻ പറയുന്നത് അവന്റെ പേര് രാജു എന്നല്ലാന്ന്. എന്നിട്ട് അവന്റെ ആധാർ എടുത്ത് കാട്ടിക്കൊടുക്കുന്നുണ്ട്. അതിൽ മുഹമ്മദ് ഫൈസാൻ എന്നായിരുന്നു അവന്റെ പേര്. അവനൊരു മുസ്ലിം ആയിരുന്നു. ഇവളോടുള്ള സ്നേഹം കൊണ്ടാണ് അവന് ഹിന്ദു ആണെന്ന് നുണ പറഞ്ഞ് ഇവളെ സ്നേഹിച്ചെന്ന് പറയുന്നുണ്ട്. ആ ഒരു വിഷമം അവനക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് അവൻ ഇത്ര ദിവസം മൂഡ് ഔട്ട് ആയിട്ട് നടന്നതെന്നും. ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാല് നേഹ ഇപ്പൊ ഒരു ഹിന്ദു ആണല്ലോ, ആ ഒരു ഹിന്ദു പെൺകുട്ടിയെ കൊണ്ട് അവന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് അവന്റെ വീട്ടിലേക്ക് അവനക്ക് പോകാനായിട്ട് പറ്റില്ല. നേഹ ഇപ്പൊ ജാതി മാറിയാൽ മാത്രമേ അവനക്ക് അവന്റെ വീട്ടിലേക്ക് അവളെ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു കാര്യം നേഹയോട് അവൻ പറയുന്നുണ്ട്. നേഹയും ദേഷ്യത്തില് അവൻ ഒരുപാട് തല്ലുന്നുണ്ട്. ഇപ്പൊ നേഹ അവളുടെ അമ്മക്ക് വിളിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നോട്ടെ എന്ന് കരഞ്ഞോണ്ട് ചോദിക്കുന്നുണ്ടെങ്കിലും അവളുടെ അച്ഛന്റെ കയ്യിൽ അമ്മ ഫോൺ കൊടുക്കുമ്പോ അറിയാത്തവരോടൊന്നും ഞാൻ സംസാരിക്കില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. വേറൊരു വഴിയില്ലാതെ അവൾ അത് സമ്മതിക്കാതെ കരുതിയിട്ട് ഫൈസാന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് അവൻ അവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നേ വരെ നേഹ അവൻ നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പൊ നേഹ എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്നുള്ള ധൈര്യത്തിലാണ് അവൻ നിസ്കരിക്കുന്നത്. ഈ സമയം ദിവ്യയെയും തട്ടമൊക്കെ ചുറ്റിക്കെട്ടി ഷഹാദത്ത് കലിമ ചൊല്ലി ഒരു മുസ്ലിം പെൺകുട്ടിയായിട്ട് മാറ്റുന്നുണ്ട്. അവളുടെ പേര് ആലിയ എന്ന ആക്കാണ്. നേഹയും വേറെ വഴിയില്ലാതെ മുസ്ലിം ആവുന്നുണ്ട്. അവളുടെ പേര് നഫീസ എന്നും ആക്കുന്നുണ്ട്. എന്നിട്ട് നേഹയെ നേരെ ഫൈസാൻ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അവന്റെ ഉമ്മ ഒക്കെ അവളോട് നല്ല സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. പക്ഷെ ഫൈസാൻ ഇപ്പോ നേരെ അവന്റെ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് ആൾക്കാരുടെ അടുത്തേക്കാണ് പോകുന്നത്. അവരാണെന്ന് വെച്ചാൽ ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞിട്ട് ഒരു 4 ലക്ഷം രൂപ അവന്റെ കയ്യിലെടുത്ത് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി അത് തന്നെയായിരുന്നു അവന്റെ ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിം ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അതിൽ പെട്ട ആൾക്കാരായിരുന്നു ഈ ഒരു ഫൈസാനും. അതിന് അവർക്ക് പൈസയും കിട്ടും. മുസ്ലിം കമ്മ്യൂണിറ്റി പ്രകാരം അവർക്ക് 4 കല്യാണം വരെ കഴിക്കാലോ. അങ്ങനെ 4 ഹിന്ദു പെൺകുട്ടികളെ ഒരാൾ തന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും മുസ്ലിംസിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇതാണ് അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ എയിം. സലീം എന്ന് പറഞ്ഞ ഒരാളും അവനും ഇതുപോലെ തന്നെ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിലെ അംഗമായിരുന്നു. അവൻ അംഗമല്ല, അവൻ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ തന്നെ ലീഡർ ആയിരുന്നു. അവനാണ് ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിലുള്ള മിക്ക ഹിന്ദു പെൺകുട്ടികളെയും മുസ്ലിമായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഓരോ മൂലയിലും ഓരോ ആൾക്കാർ ഇപ്പൊ പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ പെൺകുട്ടികളെ. അതുപോലെ തന്നെ ചെറിയ പയ്യന്മാർക്ക് ബൈക്ക് അവർക്ക് വേണ്ട പൈസയെല്ലാം കൊടുത്ത് പ്രേമിക്കാൻ വേണ്ടി അയക്കാണ് ഇവര്. ദിവ്യയുടെ അമ്മയും അച്ഛനും ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത് കൊണ്ട് തന്നെ റഷീബിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. ഈ സമയം ദിവ്യ ആലിയ ആയിട്ടുണ്ടായിരുന്നല്ലോ, അവള് പർദ്ദയും മഫ്തയും എല്ലാം കുത്തിയിട്ടാണ് സ്റ്റേഷനിലേക്ക് വരുന്നത്. ഇത് കണ്ട് അവളുടെ അമ്മ ആകെ ഷോക്ക് ആവുന്നുണ്ട്. എന്നിട്ട് ഭയങ്കര വയലന്റ് ആയ അമ്മ അവളോട് അത് ഊരിക്കളയാനായിട്ട് പറയാണ്. നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ഏത് റീൽസ് വേണമെങ്കിലും വീട്ടിലേക്ക് കൂടെ വന്ന് അവര് പറഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ അവൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ റഷീബ് അവന്റെ ആൾക്കാരും ഇവരുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ കാട്ടിക്കൊടുക്കുന്നുണ്ട്. അതിൽ അവൾക്ക് 18 വയസ്സായി എന്നാണല്ലോ കാണിക്കുന്നത്. പക്ഷെ ദിവ്യയുടെ അച്ഛനും അമ്മയും കൊടുത്ത ആ ഒരു ഡോക്യുമെന്റ്സിൽ അവൾക്ക് ആകെ 16 വയസ്സായിട്ടുള്ളൂ. 16 വയസ്സായി എന്ന് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് പോക്സോ കേസാണ്. പക്ഷെ അത് തെളിയിക്കാനായിട്ട് പറ്റണം, അതിന് ഇൻവെസ്റ്റിഗേഷൻ കൂടുതൽ വേണമെന്നും അതുവരെ ദിവ്യക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവള് നിന്നോട്ടെ എന്നും പറയാണ്. എന്നാൽ അവള് ഋഷാബ് എന്റെ ഭർത്താവാണെന്നും ഞാൻ അവന്റെ കൂടെ പോകുന്നു ഈ ഒരു പാരന്റ്സിന്റെ മുന്നിൽ വെച്ച് തന്നെ പറയാണ്. പാരന്റ്സ് എത്ര ചങ്ക് പൊട്ടി കരഞ്ഞിട്ടും അവൾ അതൊന്നും കേൾക്കാതെ അവന്റെ കൂടെ ഇറങ്ങി പോകുന്നുണ്ട്. നേഹയുടെ അച്ഛനും അമ്മയും ഇപ്പൊ അവളെ കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ അച്ഛന്റെ മനസ്സൊക്കെ മാറിയിട്ട് അവളോട് തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെടാണ്. എന്നാൽ അവള് പറയാണ് ഈ അടുത്ത് തന്നെ ഞങ്ങളുടെ നിക്കാഹ് ഉണ്ടാവും, ഞാനിപ്പോ നേഹയല്ല നഫീസയാണെന്ന്. ഇത് കേട്ട അച്ഛനും അമ്മയും ഇങ്ങനെ ഹിന്ദു പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്ത് ഒരുപാട് നടക്കുന്നുണ്ട്. നീ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യണം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും
എന്റെ ഫൈസാൻ ഒരിക്കലും അങ്ങനത്തെ ഒരാളല്ല, നിങ്ങൾ ഇവിടെ നിക്കണമെന്നില്ല, ഇവിടെ പൊക്കോളാനായിട്ട് പറയാണ്. നേഹയുടെ അച്ഛനും അമ്മയും അവിടെ നിന്ന് കരഞ്ഞോണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഈ 3 പെൺകുട്ടികളുടെയും മാതാപിതാക്കള് ചങ്ക് പൊട്ടി കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. ആലിയായി മാറിയ ദിവ്യ ഇപ്പോ റഷീബിന്റെ വീട്ടുകാരുടെ കൂടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവൾക്ക് പെട്ടെന്ന് ഛർദി വരുന്നുണ്ട്. അവൾ പ്രഗ്നന്റ് ആണെന്ന് അറിയാണ്. സലീമും സുരേഖയും താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് അവന്റെ ആദ്യത്തെ ഭാര്യ വരുന്നുണ്ട്. ഇത് കണ്ട് സുരേഖക്ക് വല്ലാതെ ദേഷ്യം വരാണ്. ആ ഒരു പെണ്ണ് ഇവിടെ നിക്കാൻ പാടില്ല, വേഗം അവളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനായിട്ട് സലീമിനോട് സുരേഖ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. എന്നാൽ സലീം അവിടെ നിന്ന് കരയാണ്. അവന്റെ വാടക കൊടുക്കാനായിട്ട് പൈസ ഇല്ല, ഈ ഒരു വീട് അവന്റെ ആദ്യത്തെ ഭാര്യയുടേതാണെന്നും അവളെ ഡിവോഴ്സ് ചെയ്യാതെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ അവൾ എനിക്ക് തന്ന സ്ത്രീധനത്തൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും, അതെന്റെ കയ്യിലില്ല, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, 2-3 മാസത്തിനുള്ളിൽ ഞാനൊരു തീരുമാനമാക്കാന്നൊക്കെ പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ സുരേഖ പാവം അതിന് സമ്മതിക്കാണ്. ദിവ്യ ഇപ്പൊ റീൽസ് എടുത്തോണ്ടിരിക്കുകയാണ്. അവള് നന്നായി തന്നെ ആസ്വദിച്ച് ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് റഷീബ് ആ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ട്. ഇതൊന്നും ഈ ഒരു വീട്ടിൽ പറ്റില്ലാന്നും ഇതൊക്കെ ഹറാമാണ്, നീ ഇപ്പൊ ഒരു മുസ്ലിം പെൺകുട്ടിയാണ്, അതിന്റെ അച്ചടക്കത്തോടുകൂടി നിക്കണം, ഇതൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവനത് ചെയ്യണ്ടാന്ന് കർശനായിട്ട് പറയാണ്. എന്നാൽ കല്യാണത്തിന് മുമ്പ് അവൻ ഇങ്ങനെ ആയിരുന്നില്ല അവളോട് പറഞ്ഞത്. അതിനെപ്പറ്റി ദിവ്യ അവനോട് ചോദിക്കാണ്. എന്നാൽ അതൊക്കെ ഞാൻ നിന്നെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാന് വെറുതെ പറഞ്ഞതാണ്, ഈ വീട്ടിൽ ഇങ്ങനെ ഒന്നും പറ്റില്ല എന്നാണ് അവൻ പറഞ്ഞോണ്ടേ ഇരിക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഇവരുടെ വാക്കുതർക്കങ്ങൾ കേട്ട് റഷീബിന്റെ ഉമ്മ അവിടേക്ക് വരുന്നുണ്ട്. എന്നാൽ ദിവ്യ നിർത്തുന്ന മട്ടേയില്ല, അവൾ അവനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യം വന്ന റഷീബും അവളുടെ മുഖത്തിട്ടൊന്ന് കൊടുക്കും. എന്നാൽ അവൾ അടിച്ചതുകൊണ്ട് തന്നെ അവൾക്ക് ദേഷ്യം വന്നിട്ട് അവൾ തിരിച്ച് അവനെ അടിക്കുന്നുണ്ട്. അവളുടെ കൈയും കാലും പിടിച്ച് കട്ടിലിൽ കൊണ്ടുപോയി ഒരു തള്ളി റഷീബ് അവളെ നന്നായി തന്നെ ഉപദ്രവിക്കുകയാണ്. ഇപ്പോഴാണ് റഷീബിന്റെ യഥാർത്ഥ സ്വഭാവം ദിവ്യ മനസ്സിലാക്കുന്നത്. ഇപ്പൊ തന്നെ അവൾക്ക് ഛർദ്ദിക്കാനും വരുന്നുണ്ട്. അവള് തീരെ ഹെൽത്തി ആയിരുന്നില്ല, ആരോഗ്യപരമായിട്ട് അവള് ഭയങ്കര വീക്കായിരുന്നു. പതുക്കെ പതുക്കെ സലീമിന്റെ സ്വഭാവത്തിലും വ്യത്യാസം വരാനായിട്ട് തുടങ്ങാം. അവന്റെ ആദ്യ ഭാര്യനെ ഡിവോഴ്സ് ചെയ്യേണ്ട കാര്യം പറയുമ്പോ ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ഡിവോഴ്സ് ഒന്നും വെറുതെ ചെയ്യാൻ പറ്റില്ല, അതിന് വല്ല കാരണം വേണം എന്നാണ് അവൻ പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ 4 കല്യാണമൊക്കെ കഴിക്കാന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട സുരേഖയും ആകെ ഷോക്ക് ആവാണ്. ഇതുവരെ ജാതിയെ പറ്റിയോ മതത്തെ പറ്റിയോ പറയാത്ത സലീം ഇങ്ങനെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയില് ഞങ്ങളുടെ ആൾക്കാരെന്നൊക്കെ പറയുന്ന കേട്ട സുരേഖ ഭയങ്കര ഷോക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാനായിട്ട് പോവാണ്. പക്ഷെ നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നീ എന്തായാലും ജാതി മാറിയേ പറ്റൂ, കൺവേർട്ട് ആയേ പറ്റൂ എന്നും പറഞ്ഞു സുരേഖയെ തള്ളിയിട്ടോണ്ട് സലീം അവിടെ നിന്ന് പോകുന്നുണ്ട്. സുരേഖയും വേഗം തന്നെ അവിടെ നിന്ന് പോകാനായിട്ട് കരുതി അവളെ ബാഗ് കൊടുത്ത് പുറത്തേക്ക് പോകുന്ന സമയത്ത് കുറച്ച് പർദ്ദയിട്ട് സ്ത്രീകൾ വന്ന് അവളെ തടഞ്ഞു നിർത്താണ്. വേറെ വഴിയില്ലാതെ അവള് റൂമിൽ കയറി വാതിലടയ്ക്കുന്നുണ്ട്. ഫൈസാനും നേഹയും തമ്മിലുള്ള ആ ഒരു വിവാഹം ഭയങ്കര സന്തോഷത്തോടുകൂടി കഴിയാണ്. വിവാഹമല്ല, അവരുടെ നിക്കാഹ് ഇസ്ലാമിക് രീതിയിൽ അവർ നിക്കാഹ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്ത് ഒരു കിളവന് ഫൈസാന് നേരത്തെ പൈസ കൊടുത്തിരുന്നില്ലേ, ആ ഒരാള് വീണ്ടും അവന്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേഹ 2 ദിവസം ഇവിടെ നിക്കട്ടെ, മതത്തെ പറ്റി എല്ലാം പഠിപ്പിച്ചു കൊടുത്ത ശേഷം വിടാമെന്ന് പറയാണ്. അവനും അതിന് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അന്ന് റൂമില് നേഹ ഫൈസാന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോ ആ റൂമിലേക്ക് കയറി വരുന്നത് ആ ഒരു കിളവനായിരുന്നു. അവനാന്ന് വെച്ചാൽ അവളെ ഫോഴ്സ് ചെയ്ത് ഉപദ്രവിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് കുറച്ച് സ്ത്രീകൾ വന്ന് അവളെ നന്നായി ഒരച്ചു കുളിപ്പിക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഫൈസാൻ അവിടേക്ക് വരുന്നത്. ആ ഒരു സമയം ആ കിളവനാന്ന് വെച്ചാൽ വീണ്ടും ഫൈസാന് പൈസ കൊടുക്കുന്നുണ്ട്. അവളെ ഉപയോഗിച്ചതിന്റെ പൈസ ആയിരിക്കാം. പുറത്തേക്ക് ഇറങ്ങിയ നേഹനെ കണ്ടതും ആ ഒരു കിളവൻ പറയാണ്, ഇവളെ ഞാൻ ശുദ്ധിയാക്കിയിട്ടുണ്ട്, ഇനി ഇവളൊരു ശുദ്ധിയുള്ള പെണ്ണാണ്, നിന്റെ ഭാര്യ ഒരു പരിശുദ്ധിയുള്ള പെണ്ണാണെന്നൊക്കെ. അവന്റെ ശുദ്ധിയാക്കല് മറ്റേ പരിപാടിയായിരുന്നു. ഒരു കമ്മ്യൂണിറ്റിയിലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ മുസ്ലിം മതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാല് ഒട്ടും തന്നെ അംഗീകരിക്കാൻ തീരെ പറ്റൂല. നേഹയും കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരാണ്. അവളുടെ ഭർത്താവായിട്ടുള്ള ഫൈഹാന്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് അവൾക്ക് മനസ്സിലാവാണ്. അവളും കരഞ്ഞുകൊണ്ട് അവനോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവന്റെ സ്വഭാവത്തിലും ഇപ്പൊ വലിയ വ്യത്യാസം തോന്നുന്നുണ്ട്. അവളോട് ഇതൊക്കെ സഹിച്ചു നിൽക്കാൻ പറ്റിയെങ്കിൽ ഇവിടെ നിന്നാ മതി, നിന്നെ ഞാൻ വേറൊരു ലോകത്തേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. എന്നിട്ട് ഫൈസാൻ അവളെ ഒരു റൂമിൽ പൂട്ടിയിടുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇപ്പൊ സുരേഖയും പൂട്ടിയിട്ടിരിക്കുന്നത്. ദിവ്യ ആണെന്ന് വെച്ചാൽ അവളുടെ ലോകം തന്നെ റീൽസ് ആയിരുന്നല്ലോ, അതുകൊണ്ട് വേറെ ആരും അറിയാതെ അവൾ റീൽസ് എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ശബ്ദം കേട്ട റഷീദും അവളുടെ ആ ഒരു ലൈറ്റ് തന്നെ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞ് ഫോണൊക്കെ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട്. എന്നിട്ട് അവളെയും റൂമിൽ പൂട്ടിയിടാണ്. ഇപ്പൊ റൂമിൽ അടച്ചിരിക്കുന്ന ആ ഒരു 3 പെൺകുട്ടികൾ തന്റെ അച്ഛനെയും അമ്മയെയും പറ്റി ആലോചിക്കുകയാണ്. അവരായിട്ട് കഴിഞ്ഞ ആ ഒരു സന്തോഷമായിട്ടുള്ള നാളുകൾ അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴാണ് അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞത് സത്യമാണെന്നുള്ള ബോധം പിള്ളേർക്ക് വരുന്നത്. ഫൈസാന്റെ ഉമ്മ അവനോട് ജലാലുദ്ദീൻ എന്ന് പറഞ്ഞ ആ ഒരു കിളവൻ ഉണ്ടായിരുന്നല്ലോ, ആ ഒരു കിളവൻ കുറച്ച് പൈസ മാത്രം തന്ന് പറ്റിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. നേഹക്ക് വേണ്ടി അവൻ ഒരുപാട് പൈസ ചെലവാക്കിയിട്ടുണ്ട് അത്രേ, അതെങ്ങനെയാണ് മുതലാക്കണ്ടേന്ന് ഉമ്മാക്ക് അറിയില്ലേന്ന് ഫൈസാനും ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വലിയ ജാതിയിലുള്ള ഹിന്ദു പെൺകുട്ടികളെ കൊണ്ടുവന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ പൈസ കിട്ടുമായിരുന്നു. ഏതോ ഒരു ഉയർന്ന ജാതിയിലുള്ള ഹിന്ദു പെൺകുട്ടികളാണ് അവൻ അടുത്തത് കല്യാണം കഴിക്കാൻ പോകുന്നതെന്നും 12 ലക്ഷം രൂപ വരെ കിട്ടുമെന്നും അവൻ പറയുന്നുണ്ട്. നേഹയെ കൂടാതെ ഇനി അവൻ 3 കല്യാണം കൂടി കഴിക്കും.
കഴിക്കും. അത് 3 ഹിന്ദു പെൺകുട്ടികളായിരിക്കും. അതാണ് അവന്റെ ഉദ്ദേശം. ഇപ്പൊ ഉമ്മാനോട് ഫൈസാൻ പറഞ്ഞ ഒരു മുതലാക്കല് എങ്ങനെയാണെന്ന് അറിയാലോ. ഉമ്മാണെന്ന് വെച്ചാൽ നേഹയുടെ റൂമിലേക്ക് ഒരുപാട് ആൾക്കാരെ വിടുന്നുണ്ട്. അവള് തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു കട്ടിലിൽ കെട്ടിയിട്ടിട്ട് അവള് വല്ലാതെ ഉപദ്രവിക്കാണ്, റേപ്പ് ചെയ്യാണ്. അങ്ങനെ അവളുടെ റൂമിലേക്ക് പോയി ഇറങ്ങി വരുന്ന എല്ലാവരുടെ കയ്യിൽ നിന്നും ആ ഒരു പൈസ കളക്ട് ചെയ്യുന്നുണ്ട്. അവസാനമായിട്ട് ഫൈസാന്റെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. അവൻ വരെ അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ ഇസ്ലാമിൽ നടക്കുന്ന കാര്യങ്ങളാണെന്ന് പറയുന്നത് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. ഇതൊന്നും ഇസ്ലാമിൽ നടക്കാത്ത കാര്യങ്ങളാണ്. റഷീദ് ഇപ്പോ ദിവ്യ ഉള്ളപ്പോ തന്നെ രണ്ടാമത് ഒരു പെൺകുട്ടിയെ കൂടി കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നുണ്ട്. അവളുടെ പേര് ഫാത്തിമ എന്നാണെന്ന് വീട്ടുകാർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാണ്. ഇത് കണ്ട് ദിവ്യയും വല്ലാതെ ചൂടാവുന്നുണ്ട്. പക്ഷെ അവൾ ആരും തന്നെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് അപ്പൊ വയറിന് വല്ലാതെ വേദന വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫൈസാൻ അവളെ ശ്രദ്ധിക്കാതെ അവന്റെ രണ്ടാമത്തെ ഭാര്യയെയും കൂട്ടിക്കൊണ്ടുപോയി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിവ്യയെ എങ്ങനെയാണ് സോപ്പിട്ടിരുന്നത് അതുപോലെയാണ് ഇപ്പൊ രണ്ടാമത് കൊണ്ടുവന്ന ആ ഒരു പെൺകുട്ടിയെ അവൻ സോപ്പിട്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അവൻ രണ്ടാമത് കല്യാണം കഴിച്ചത് ദിവ്യക്ക് വേറെ അഫയേഴ്സ് ഒക്കെ ഉണ്ട്. ആ ഒരു കുട്ടി അവന്റേതാണോ എന്ന് പോലും അവനക്ക് ഡൗട്ട് ഉണ്ടെന്നൊക്കെയാണ് ആ ഒരു രണ്ടാമത് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെണ്ണിനോട് പറയുന്നത്. സഹതാപം കൊണ്ടാണ് ശരിക്കും ഈ ഫാത്തിമ അവനെ കല്യാണം കഴിച്ചത്. ഇപ്പൊ സുരേഖ അതിലെ പോകുന്ന സമയത്ത് സലീമിന്റെ ഒന്നാമത്തെ ഭാര്യ പറയാണ്, ഇവിടെ ഒരാളെ കണ്ടില്ലേ, അവൾക്ക് വെപ്പാട്ടിയായിട്ട് ഇരിക്കാനായിട്ട് പറ്റും, പക്ഷെ ജാതി മാറാൻ പറ്റൂല, കൺവേർട്ട് ആവാൻ പറ്റൂല, എന്ത് പെണ്ണാലേ എന്നൊക്കെ പറയാണ്. ഇത് കേട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവര് രണ്ടുപേരും അവിടെ ഭയങ്കര വാക്ക് തർക്കവും കയ്യേറ്റവും ആവാണ്. ഈ സമയത്ത് സലീം അവിടേക്ക് വരുന്നുണ്ട്. അവൻ പക്ഷെ തന്റെ ഒന്നാമത്തെ ഭാര്യയെ ഒന്നും പറയാതെ സുരേഖയെ തല്ലാനായിട്ട് തുടങ്ങാണ്. നിന്റെ എല്ലാ കാര്യത്തിലും ഞാൻ കൂടെ നിന്നോന്നും, ഞങ്ങളുടെ ജാതിയില് നീ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നതും പുറത്തു പോകുന്നതും പഠിക്കുന്നതും ഒക്കെ ഹറാമാണ്, എന്നിട്ട് പോലും ഞാൻ നിനക്ക് അതിനെ അനുവദിച്ചു തന്നു, എന്നിട്ടും എന്റെ തലയിൽ കയറാണെന്നൊക്കെ പറഞ്ഞ് അവൾ ഒരു റൂമിൽ പൂട്ടിയിടാണ്. എന്നിട്ട് അവളുടെ ഫോൺ തല്ലി പൊടിക്കുന്നുണ്ട്. അവൾ പഠിക്കാനിരുന്നിരുന്ന ആ ഒരു ബുക്കെല്ലാം അവൻ കത്തിച്ച് ആ ഫോണും അതിലിട്ട് കത്തിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ സുരേഖക്കും നന്നായി ദേഷ്യം വരുന്നുണ്ട്. അവള് നല്ലൊരു സ്ട്രോങ് പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ആ കഥക്ക് തല്ലി പൊട്ടിക്കാനായിട്ട് അവൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ എത്ര ദിവസം നീ ഇവിടെ പൂട്ടിയിടും, ഞാൻ ഉറപ്പായും പുറത്തു വരുന്നു അവൾ പറയുന്നുണ്ട്. ഇപ്പൊ ദിവ്യക്ക് ഒരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ടായിരുന്നു. റഷീദിന്റെ രണ്ടാമത്തെ ഭാര്യ ആ കുട്ടിയെ എടുത്തുകൊണ്ട് വന്നിട്ട് ഉണ്ടാക്കിയിട്ടാൽ മാത്രം പോരാ, നോക്കാനും കൂടി അറിയണം എന്നൊക്കെ പറയാണ്. വെറുതെ അല്ല റാഷിദ് ഒക്കെ പറഞ്ഞത്, നീ ഇത്രയും വിടക്കാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാണ്. ദിവ്യ അപ്പൊ റാഷിദ് എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കാണ്. ആ സമയത്താണ്, നീ പ്രേമിച്ചത് ഒരാളെ, കല്യാണം കഴിച്ചത് ഒരാളെ, എന്നിട്ട് വയറ്റിലുള്ള കുട്ടിയോ അത് വേറൊരാളുടേന്നൊക്കെ പറയാണ്. ഇപ്പോഴാണ് ദിവ്യക്ക് എന്ത് പറഞ്ഞിട്ടാണ് ഈ ഒരു പെൺകുട്ടി അവൻ കല്യാണം കഴിച്ചതെന്ന് മനസ്സിലാവുന്നത്. ആക്ച്വലി നിനക്ക് ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു പേരുണ്ടാവുന്നതിന് മുമ്പ് വേറെ പേരുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ആ ഉണ്ടായിരുന്നു, സ്നേഹ എന്നാണെന്ന് പറയാണ്. അപ്പോഴാണ് ദിവ്യക്ക് കാര്യം മനസ്സിലാവുന്നത്. ഒരു ഹിന്ദു പെൺകുട്ടിയെ തന്നെയാണ് അവൻ ഇപ്പോഴും കല്യാണം കഴിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ഫാത്തിമയോട് ദിവ്യ, എനിക്ക് ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് റാഷിദിനെ പ്രണയിച്ചത്, അവനെ തന്നെയാണ് കല്യാണം കഴിച്ചത്, അവന്റെ കുട്ടിയാണിത്, നിന്നോട് എന്തൊക്കെ പറഞ്ഞു വെച്ചാലും അതൊക്കെ നുണയാണ്, എനിക്കിപ്പോ സമയമുണ്ട്, വേണം കൂടി രക്ഷപ്പെട്ടോളാനായിട്ട് പറയാണ്. ഇത് കേട്ട ഫാത്തിമക്കും ഒരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. ദിവ്യയുടെ അച്ഛനാണെന്ന് വെച്ചാൽ അവരുടെ അയൽപക്കത്തുള്ള അവരുടെ ജാതിയിൽപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിച്ച് കൂടുതൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അവരിൽ ആരും തന്നെ ഇവരുടെ കൂടെ നിൽക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ദിവ്യയുടെ അച്ഛനും അമ്മയും അവിടെ നിന്ന് സങ്കടത്തോടുകൂടി പോകുന്നുണ്ട്. ദിവ്യം ഫാത്തിമ ഇപ്പൊ ഒരു കബോർഡിലായിട്ട് കൃഷ്ണനെ ഒളിപ്പിച്ചു വെച്ചിട്ട് അതിന് പൂജ ഒക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് കുറെ നാൾക്ക് ശേഷം ആ ഒരു കൃഷ്ണനെ പൂജ ചെയ്യുന്നത്. അവളുടെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഫാത്തിമ ഇപ്പൊ ദിവ്യ നന്നായി ഡാൻസ് കളിക്കുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ അവളോട് ഡാൻസ് കളിക്കാനായിട്ട് പറയാണ്. എന്നിട്ട് ഫാത്തിമയുടെ ഫോണിലായിട്ട് അത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അവളും കുറെ നാളുകൾക്ക് ശേഷം അങ്ങനെ ഡാൻസും കളിക്കുന്നുണ്ട്. ഇപ്പൊ ദിവ്യ ഫാത്തിമയുടെ ഫോണിൽ നിന്ന് അവളുടെ അച്ഛനെയും അമ്മയെയും വീഡിയോ കോൾ ചെയ്യാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാനായിട്ടും എനിക്ക് സത്യങ്ങളെല്ലാം മനസ്സിലായി എന്നൊക്കെ പറയാണ്. അച്ഛൻ അപ്പോ എങ്ങനെയെങ്കിലും നീ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരാനും നിനക്ക് അവിടെ സംഭവിക്കുന്നതെല്ലാം ഒരു വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തരാനായിട്ട് പറയാണ്. അതിന് ദിവ്യൻ സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ ഫൈസാന്റെ ചേട്ടനായിട്ടുള്ള ആ ഒരാളുണ്ടായിരുന്നല്ലോ, അവൻ ഉമ്മാന്റെ അടുത്ത് ചെന്നിട്ട് നേഹ കിടക്കുന്ന ആ ഒരു റൂമിന്റെ താക്കോല് ചോദിക്കുന്നുണ്ട്. അവൻ 4 ദിവസമായി പോലും അവളുടെ അടുത്തേക്ക് പോയിട്ട്. അങ്ങനെ ആ ഒരു ഉമ്മ അവനക്ക് താക്കോലും കൊടുക്കുന്നുണ്ട്. ആ സമയം ഇതെല്ലാം കേട്ടോണ്ടിരുന്ന ഫൈസാൻ പറയാണ്, അവളുടെ മുഖത്തടിക്കരുത്, മുഖത്തടിക്കുമ്പോ പാട് വരുമ്പോ വേറെ കസ്റ്റമേഴ്സ് വരുമ്പോ അത് ചോദിക്കുന്നുണ്ട്, കംപ്ലൈന്റ് വരാണെന്ന്. ഒരു ഭാര്യയുടെ റൂമിലേക്ക് ചേട്ടനെ വിട്ടിട്ട് പറയുന്ന വർത്താനാണത്. അങ്ങനെ അവനും താക്കോല് വാങ്ങി നേഹയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. സുരേഖ കുറച്ച് ദിവസമായി ഫുഡൊക്കെ മര്യാദക്ക് കഴിച്ചിട്ട് അവൾക്ക് ഇപ്പൊ സലീമും അവന്റെ കുറച്ച് റിലേറ്റീവ്സും പിന്നെ സലീമിന്റെ ഒന്നാമത്തെ ഭാര്യയും കൂടി ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അവര് കൊണ്ടുവന്നത് ബീഫായിരുന്നു. ബീഫാണെന്ന് വെച്ചാൽ സുരേഖ കഴിക്കുകയില്ല, അവള് വെജിറ്റേറിയൻ ആണ്. ഇപ്പൊ എല്ലാവരും കൂടി അവളുടെ മൂക്കും വായൊക്കെ പൊത്തി ആ ഒരു ബീഫ് അവളുടെ വായിൽ കുത്തി തിരികെ വെക്കാണ്. എന്നിട്ട് 2 ദിവസം അവർ ആ ഒരു വീട്ടിൽ ഉണ്ടാവില്ല, 2 ദിവസം നിനക്ക് കഴിക്കാനായിട്ട് ഇവിടെ ഞാൻ ബീഫ് വെച്ചിട്ടുണ്ടാവും, അത് മാത്രം കഴിച്ചാൽ മതി, എന്നിട്ട് ഒരു പർദ്ദ എടുത്ത് കൊടുത്തതിന് ശേഷം 2 ദിവസം നിനക്ക് ആലോചിക്കാനുള്ള ടൈം ഉണ്ട്, ഞങ്ങൾ വരുമ്പോഴേക്കും ഈ പർദ്ദ ഇട്ടിരിക്കണമെന്നും പറയുന്നുണ്ട്. അവര് പോയ ഉടനെ തന്നെ സുരേഖ ആ ഒരു കഴിച്ച ബീഫ് ഛർദ്ദിക്കുന്നുണ്ട്. ദിവ്യ ഇപ്പൊ അവൾ അവിടെ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോ ആയി റെക്കോർഡ് ചെയ്ത് അച്ഛന് അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് തന്നെ അവിടെ റഷീദ് വരാണ്. ദിവ്യ ആ ഒരു ഫോൺ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ആ ഒരു ഫോണിലേക്ക് കോള് വന്നതും അവൻ ആ ഒരു ഫോൺ കണ്ടുപിടിക്കാണ്. ദിവ്യ അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു
ഫോൺ വാങ്ങാനായി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവളാന്ന് വെച്ചാൽ അവനെ ഒരുപാട് തല്ലുന്നുണ്ട്. ഇത് കണ്ടു വന്ന ഫാത്തിമ അവൾക്ക് ഫോൺ കൊടുത്താൽ ഇപ്പൊ എന്താ പ്രശ്നം, നീ എന്തിനാ അതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കാണ്. നിനക്ക് കുറച്ച് സ്വാതന്ത്ര്യം തന്നപ്പോ നീ തലേ കയറുന്നോന്ന് ചോദിച്ച് ഫാത്തിമക്കും കൊടുക്കുന്നുണ്ട് അവൻ ഒരു അടി. ഇപ്പൊ ദിവ്യ അവനെ ഒരുപാട് അടിച്ചോണ്ട് തന്നെ ദേഷ്യം വന്ന അവനാന്ന് വെച്ചാല് ദിവ്യയുടെ തല എടുത്ത് ചുമരില് അടിച്ചോണ്ടിരിക്കുകയാണ്. അവൾ അങ്ങനെ അവിടെ മരിച്ചു വീഴുന്നുണ്ട്. ഇപ്പൊ ദിവ്യയുടെ കൊച്ചു അവിടെ കിടന്ന് നന്നായി തന്നെ കരയാണ്. നേഹയുടെ അടുത്ത് ഫൈസാന്റെ ആ ഒരു ചേട്ടൻ പോയതിനു ശേഷം കഥ കടക്കാതെ തുറന്നിട്ട് പോകാണ്. അതുകൊണ്ട് തന്നെ നേഹ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. അവള് പതുക്കെ ആരും കാണാതെ നടന്നു പോവാണ്. സുരേഖ ഇപ്പൊ റൂമില് അവിടെ ഉണ്ടായിരുന്ന പർദ്ദ എല്ലാം കത്തിച്ചു കളയുന്നുണ്ട്. എന്നിട്ട് അവളുടെ അച്ഛനും അമ്മക്ക് വേണ്ടി അവൾ ഒരു ലെറ്റർ എഴുതാണ്. ജന്മനാ ഞാനൊരു ഹിന്ദു ആണെന്നും എന്ത് വന്നാലും ഞാൻ കൺവേർട്ട് ആവില്ല, ഞാൻ മരിച്ചാലും അച്ഛനും അമ്മക്കും ഒരു അഭിമാനമായിട്ടേ മരിക്കൂ എന്നും പറഞ്ഞാണ് ആ ഒരു ലെറ്റർ എഴുതുന്നത്. ഇപ്പൊ മരിച്ചുപോയ ദിവ്യയുടെ ശരീരം ആ വീട്ടുകാരെല്ലാവരും ചേർന്ന് ഓരോന്നോരോന്നായി കട്ട് ചെയ്ത് എടുക്കാണ്. എന്നിട്ട് അതെല്ലാം ഒരു ചാക്കിലാക്കിയിട്ട് ഏതോ ഒരു പറമ്പിൽ പോയി കുഴി കുഴിച്ച് അവിടെ മൂടുന്നുണ്ട്. നേഹ ഈ സമയം ഒരു ചെറിയ വാതിലിലൂടെ പുറത്തേക്ക് എടുത്ത് ചാടി അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ട് പുറത്തേക്ക് എത്തുന്നുണ്ട്. സുരേഖ അവൾ എഴുതിയ ഓരോ ലെറ്ററുകളും ഓരോ സ്ഥലത്തായിട്ടാണ് മറച്ചു വെക്കുന്നത്. എന്നിട്ട് അവള് കെട്ടി തൂങ്ങി മരിക്കുകയാണ്. ഈ ഒരു വാർത്ത അറിഞ്ഞ് പോലീസുകാർ അവിടെ എത്തുന്നുണ്ട്. പാവ സുരേഖയുടെ അച്ഛനും അമ്മയും അവിടെ എത്തുന്നുണ്ട്. തന്റെ മകൾ ഇങ്ങനെ കെട്ടി തൂങ്ങി മുട്ട അടിച്ച് കിടക്കുന്നത് കണ്ട ആ ഒരു അച്ഛനും അമ്മയും നെഞ്ചു പൊട്ടി കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓരോരോ സ്ഥലത്താണ് ലെറ്റർ ഇരിക്കുന്നത്. ആ ഓരോരോ സ്ഥലത്ത് നിന്ന് ലെറ്റേഴ്സ് പോലീസിന് കിട്ടുന്നുണ്ട്. അങ്ങനെ എന്തിനാണ് ഇവള് തല മുട്ടയടിച്ച് ആത്മഹത്യ ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് പോലീസുകാർക്ക്. സലീമിന് അവളുടെ മുടി ഒരുപാട് ഇഷ്ടമായിരുന്നു. അത് ഒരിക്കലും വെട്ടരുതെന്ന് അവളോട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവള് മുട്ടയടിച്ച് മരിച്ചു പോയത്. നേഹയും ഇപ്പൊ എങ്ങനെ പമ്മി നടന്ന് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വന്ന് വീഴാണ്. പോലീസുകാരെ അവളോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. നടന്ന കാര്യങ്ങളൊക്കെ അവള് പറയാണ്. ദിവ്യയുടെ വീട്ടുകാരും ഒരുപാട് ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് പോലീസുകാരുടെ മുന്നിൽ ചെന്ന് ദിവ്യയുടെ ഈ ഒരു വീഡിയോ എല്ലാം കാട്ടിക്കൊടുത്ത് അവളുടെ ആ ഒരു ഫൈസാനെയും ഫാമിലിയെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. നേഹ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഫൈസാനെയും അവന്റെ ഫാമിലിയെയും അറസ്റ്റ് ചെയ്യാണ്. സലീമിനെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്യാണ്, ആ ഒരു കിളവനെ അടക്കം. എന്നിട്ട് ഇവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അടിച്ചോണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് സാറ്റിസ്ഫാക്ഷന്റെ ഒരു പീക്ക് ലെവലാണ് നമുക്ക് ഈ ഒരു മൂവിയിൽ കാണാൻ പറ്റുക. ആ അടിക്കണ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു തോന്നിയത്. ഇപ്പൊ നേഹനെ പൂട്ടിയിട്ടായിരുന്ന ആ ഒരു വീടുണ്ടല്ലോ, ആ ഒരു വീടിന്റെ ആ ഒരു ഭാഗം മുഴുവൻ ഒരു JCB വെച്ച് ഒരു പൊളിച്ചു കളയാണ്. റഷീദിന്റെ വീട്ടിൽ അകപ്പെട്ട ഫാത്തിമയെയും പോലീസുകാര് റെസ്ക്യൂ ചെയ്ത് സേഫ് ആക്കുന്നുണ്ട്. ദിവ്യയുടെ ആ ഒരു ചെറിയ മോനില്ലേ, അവനെ അവളുടെ അച്ഛന്റെയും അമ്മയുടെയും കയ്യിൽ ഏൽപ്പിക്കാണ്. അങ്ങനെ 2 പെൺകുട്ടികളും മരിക്കുകയും ഒരു പെൺകുട്ടി മാത്രം രക്ഷപ്പെടുകയാണ് ഈ കഥയിൽ ചെയ്തത്. എന്തായാലും ഇതൊരു കമ്മ്യൂണിറ്റിയെ ചെളിവാരി തേക്കാൻ വേണ്ടി എടുത്തതാണെങ്കിലും, നമ്മളെ കേരളത്തിൽ നടക്കാത്ത ഒരു സംഭവം ഇവിടെ നടന്നതാണെന്ന് പറഞ്ഞെടുത്തതാണെങ്കിലും മൂവി സൂപ്പറാണ്. കാരണം കരഞ്ഞു പോകും, അത്രയും ഇമോഷണൽ ആണ്. നേഹ ഇപ്പൊ അവളുടെ ട്രെയിനിങ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവളുടെ അച്ഛൻ അവളെ നന്നായി തന്നെ ട്രെയിൻ ചെയ്യാണ്. ഈ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക മറക്കരുത്. കാരണം ഈ ഒരു മൂവി ഒരുപാട് പേരിലേക്ക് എത്തട്ടെ. ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരില്ലേ, അപ്പൊ അതും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.